സുഹൃത്തുക്കളും സുഹൃത്താറാണ്. നമ്മളിന്ന് SSLC കൂട്ടുകാർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 പാർട്ടുണ്ട്. എക്സാമിന് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ഒരിക്കലും വരത്തില്ല. അതൊക്കെ 1 മാർക്കൊക്കെ ഉള്ളൂ. നമ്മളിത് ഇത്തിരി മാർക്ക് കൂടുതലുള്ള ഒരു ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എക്സാമിന് ഇങ്ങനത്തേത് കാണും. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചോണം. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം കാണുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം ഇരുന്ന് പഠിച്ചാൽ മതി. ക്ലാസ്സുകൾ തരും, നോട്ട്സുകൾ തരും, ഇക്വേഷൻ ബുക്കിലെറ്റ് തരും, ക്വസ്റ്റ്യൻ പാക്കേജ് തന്നു. നിങ്ങൾക്ക് ഏതൊരു കുട്ടിക്കും മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ സം എന്നാണ്. 1 + 2 + 3 + 4 + എക്സെട്ര 20. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇതിന്? ഉണ്ടല്ലോ, നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സം ചെയ്യാനുള്ള മാർഗം നോക്കിക്കോണേ. 1 + 2 + 3 എന്ന് കാണുമ്പോഴേ ഓർത്തണം നമ്മുടെ നാച്ചുറൽ നമ്പറായ എണ്ണൽ സംഖ്യകളാണ്. അതിൻ്റെ ഫോർമുല ഇതാ മോനെ, n × n+1/2. ഓക്കെ, ഇതാണ് നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ടേംസിൻ്റെ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, 1 തൊട്ട് 20 വരെ എന്ന് പറഞ്ഞാൽ 20 ടേംസ് ആണ്. അപ്പോൾ ഈ n കാണുന്നിടത്ത് 20 എന്ന് കൊടുക്കുമ്പോൾ 20 × 20 + 1/2 ഈക്വൽ ടു 20 × 21/2 വെട്ടിപ്പോയി 10. ആൻസർ 210. തീർന്നു. ഓക്കെ, അപ്പോൾ അതോക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വേണം നമുക്ക്. ചിലരുണ്ട് ഇതിങ്ങനെ ഉണ്ട്, ഇത് നമ്മൾ ഇൻറ്റു ചെയ്യും, ഇൻറ്റു ചെയ്തിട്ട് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പോകും, ഡിവൈഡ് ചെയ്യാൻ പോകും, ഇത്ര സമയം പോകും. അപ്പോൾ എപ്പോഴും ഓർത്തോണ്ട് ഇവിടുത്തെ നമ്പറും കൊണ്ട് ഇതിൽ ആരെങ്കിലും വെട്ടാൻ പറ്റുന്നെങ്കിൽ വെട്ടിയിട്ടേ ബാക്കി നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ശീലിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനോട് കയറാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലെ 5, 10, 15 എക്സെട്ര 100. ചില ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ, അങ്ങ് ചെയ്തേക്കാം അല്ലേ? അങ്ങനെയൊന്നും ചെയ്യരുത്, ശ്രദ്ധിക്കണം. ഇങ്ങനെ കണക്റ്റഡ് ആകുമ്പോൾ മിക്കവാറും അവ തമ്മിലൊരു ബന്ധം കാണും. 5, 10, 15, 20 എക്സെട്ര എന്ന് പറയുമ്പോൾ 5ൻ്റെ ഗുണിതങ്ങൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. therefore 5 taken as common from these terms we get in bracket, that is 1 + 2 + 3 + etc + 20. that's all. ശരിയല്ലയോ? 5 × 1 5, 5 × 2 10, 5 × 3 15, 5 × 20 100. ഓ, കറക്റ്റ്. അപ്പോൾ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന നോക്കിക്കാൻ 1 + 2 + 3 ഇപ്പോൾ അങ്ങോട്ടും ചെയ്തേ ഉള്ളൂ. 1 + 2 + 3 + എക്സെട്ര 20 എത്ര? 210. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ 5 × ഇത്രയിന് പകരം 210 എന്ന് കൊടുത്താൽ മതി. ഇതിൻ്റെ സം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 210. ഓക്കെ, 5 × 210 എന്ന് പറയുമ്പോൾ നോക്കിക്കുക, 5 × 0 0, 5 × 1 5, 5 × 2 10. തീർന്നു. ഇവിടെ തന്നെ ചെയ്യാം. നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യും? അയലത്ത് തന്നെ പറമ്പിൽ പോയിരുന്ന് അവിടെ ഷെഡൊക്കെ കെട്ടി പതുക്കെ പ്രോളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. എത്ര സമയം പോകും? ഇവിടെ തന്നെ ഉണ്ടല്ലോ. 5 × 0 0, 5 × 1 5, 5 × 2 10. എന്ത് എളുപ്പമാണ്. അപ്പം ഞാൻ പറയുന്നത് ഒരു പ്രോബ്ലത്തെ നമ്മൾ സ്പീഡിലാക്കാൻ പല വഴികളുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വഴി ആണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കല്. നമ്മൾ എന്ത് ചെയ്യണം? വേറെ വഴികളുണ്ടെങ്കിൽ കണ്ടു പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തെറ്റിക്കാതെ, സമയം കളയാതെ, സ്പേസും കളയാതെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കാൻ 3 + 9 + 15 + എക്സെട്ര 33 ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കുക, 3 വേണം. ഇതിന് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ രീതിയിൽ കൂടെ ചെയ്യാം, പക്ഷേ അതിന് എളുപ്പം ചെയ്യാം. അപ്പോൾ നോക്കിക്കുക, 3, 9, 15, 33 എന്ന് പറഞ്ഞാൽ നമുക്ക് 3നെ ഇങ്ങോട്ട് പൊതുവായിട്ട് എടുക്കാം, കോമൺ. ഇതെല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 3 × 1 ആണിത്, 3 × 3 ആണിത്, 3 × 5 ആണ്, എക്സെട്ര 3 × 11 ആണ്. ശരിയല്ലേ? അപ്പോൾ 3 × 1 + 3 + 5 + എക്സെട്ര + 11. ഇവരെ കണ്ടിട്ട് എവിടെയോ നമ്മൾ ഇത്ര നാളും ജീവിതത്തിലൊക്കെ കണ്ടിട്ടുള്ള കേട്ടുള്ള നമ്പറാണ്. 1, 3, 5, 7, 9 എക്സെട്ര. ആരമോനിത്? ഓഡ് നമ്പേഴ്സ്, ഓട് ഒറ്റ സംഖ്യകൾ. ഇതിൻ്റെ ഇടയ്ക്കുള്ളവരെ ഫില്ല് ചെയ്യുവാണെങ്കിൽ ആരൊക്കെ വരുമോനെ? 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. ശരിയല്ലേ മോനെ? 1, 3, 5 കണ്ടോ? 3. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടം വരെ 33 വരെ വരാൻ മതി. അപ്പോൾ 33 വരെ വരുമെന്ന് പറയുമ്പോൾ അടുത്ത ആരൊക്കെ ഇതിനകത്ത് ടേംസ് ഫുള്ള് ഫില്ല് ചെയ്യുകയാണെങ്കിൽ 3 × 5 3 × 21 വരും. പിന്നെ എത്ര വരും? 27 വരും. എല്ലാം 6ൻ്റെ വ്യത്യാസം ഉണ്ടോ? 3 6 9 6 15 6 21 6 27 6 33.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ദാറ്റ് ഈസ് 3 ഇൻറ്റു നമ്മൾ നോക്കി 1 3 5 7 9 11 ഇതെല്ലാം ഓഡ് നമ്പർ, ഒറ്റ സംഖ്യകൾ. എത്ര പേരുണ്ട് മോനെ? എത്ര പേരുണ്ട്? 6 പേർ. 6 പേരുടെ ഇത്രയും സമം എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയറാണ് മോനെ. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അതിൻ്റെ സ്ക്വയറിങ് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യകൾ 6 1 2 3 4 5 6 അങ്ങനെ 6ൻ്റെ സ്ക്വയർ. എന്ത് എളുപ്പം. അപ്പം നോക്കിക്കേ. അപ്പം ഇനി ശരിയാണ്, നോക്കിക്കേ 36 ആണോ നമുക്ക്? ദാറ്റ് ഈസ് 3 ഗുണം 36 എന്നാണ് അല്ലേ? ഇത് 36 ആണോ? നോക്കിക്കേ. 11 9 20 ആണോ? 7 5 12 ഇത് 3 1 4 അപ്പോൾ 20 12 32 4 36 കറക്റ്റാണ്. അപ്പോൾ 3 ഗുണം 36 ചെയ്താൽ മതി കേട്ടോ. 3 ഗുണം 6 18 ശിഷ്ട 1 3 ഗുണം 3 9 1 10 കഴിഞ്ഞു 108. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? ഭയങ്കര കട്ടിയാക്കി. കാരണം നമ്മളതേ കണ്ടിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ പുതിയ മെത്തേഡ്സുകൾ പഠിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾ ഏറ്റവും സ്പീഡിലുള്ള മെത്തേഡുകൾ. കാൽക്കുലേഷൻ സ്കിൽ ഉറപ്പായിട്ടും കൂട്ടിയെങ്കിൽ മാത്രമേ നമ്മളൊരു ഡെവലപ്പായിട്ട് നമ്മുടെ പഠിത്തത്തിലുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളത് പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും സാധാരണ ഇങ്ങനെ പാരലായിട്ട് പോകുന്നു. പഠിക്കാൻ തന്നു, പഠിച്ചു, അത്രയേ ഉള്ളൂ. നമ്മൾ ഇത്തിരി ടോപ്പായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഞാൻ ഈ 3 ക്വസ്റ്റ്യൻസിനെയും ചെയ്തത് വളരെ സിമ്പിളായിട്ടാണ്. ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മോനെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം കുട്ടികളിലോട്ട് എത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പല മെത്തേഡ്സുകൾ അവർക്ക് പഠിക്കാൻ കിട്ടുന്നത് നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനിയും ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗുഡ് ബൈ.